ഞാനൊന്നും കേട്ടില്ലേ, ഞാനൊന്നും കണ്ടില്ലേ എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ളവരാണോ നിങ്ങൾ? അതായത് നമുക്ക് ചുറ്റും പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നം, ഞാൻ ഒരു പ്രോബ്ലത്തെ ഞാൻ ഫേസ് ചെയ്യേണ്ട സന്ദർഭം വരുമ്പോൾ, ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ലേ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ, അതായത് ഒരു തരം കണ്ണടച്ചിരുട്ടാക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഒരു മെൻറ്റാലിറ്റി. ഈ മെൻറ്റാലിറ്റിയുടെ പേരാണ് ഓസ്ട്രിച്ച് മെൻറ്റാലിറ്റി എന്നുള്ളത്. ഇത് എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് വെച്ചാൽ, ഒട്ടകപ്പക്ഷിക്ക് ഒരു സ്വഭാവമുണ്ട്. കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ ആ കൊടുങ്കാറ്റിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ ആ പ്രതിസന്ധിയെ ഫേസ് ചെയ്യാൻ പറ്റാതെ, താൽക്കാലികമായ രക്ഷപ്പെടൽ എന്ന രീതിയിൽ തല മണ്ണിനിടയിൽ പൂഴ്ത്തി വയ്ക്കുന്ന ഒരു സ്വഭാവം ഓസ്ട്രിച്ചിനുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയോ പ്രതിസന്ധികളെയോ ഒന്നും തന്നെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് താൽക്കാലികമായ ഒരു സൗഖ്യം, അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു രക്ഷപ്പെടൽ, ഒരു എസ്കേപ്പിസമാണ് അവിടെ നടക്കുന്നത്. ഈ രക്ഷപ്പെടൽ തന്ത്രം ഒരിക്കലും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികാസത്തിന് നല്ലതായ ഒന്നേ അല്ല. അതായത് അതിന് വിഘ്നം നൽകുന്ന, അതിന് തടസ്സമായി വരുന്ന ഒന്നാണ്. പ്രശ്നങ്ങളെ എപ്പോഴാണ് നമ്മൾ ഫേസ് ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോഴാണ് എൻ്റെ ക്യാപ്പബിലിറ്റി, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അവിടെ നടക്കുന്നത്. ഓരോ പ്രശ്നങ്ങളെയും ഓരോന്നായിട്ട് നമ്മൾ ഫേസ് ചെയ്ത് അത് പതുക്കെ പതുക്കെ ഒരു നൂൽക്കെട്ടിൽ നിന്ന് നൂലെങ്ങനെയാണോ അഴിച്ചെടുക്കുന്നത്, അതുപോലെ ഓരോന്നോരോന്ന് അഴിച്ചെടുക്കുമ്പോൾ നമുക്കത് ഈസിയായി തീരുന്നത് പോലെ, ജീവിത പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രതിസന്ധികളെ ഫേസ് ചെയ്യാൻ വേണ്ടി ഓരോ പ്രശ്നങ്ങളെ എടുത്ത് അത് ഫേസ് ചെയ്ത് വരുമ്പോൾ ഒരു മെൻ്റലി നമ്മൾ ഭയങ്കരമായ ബോൾഡായിത്തീരുന്നു. അതുപോലെ തന്നെ ചാലഞ്ചിങ് ആയിട്ടുള്ള നമ്മളുടെ പ്രശ്നങ്ങളെ നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടായി വരികയും ചെയ്യുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്കുണ്ടോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അങ്ങനെയാണോ ഞാൻ? അതറിയാനുള്ള എളുപ്പമാർഗം, നമുക്ക് ചുറ്റുമുള്ള, നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയാണോ പറയുന്നത്? അതായത് എന്ത് വന്നാലും, പ്രശ്നം വന്നാലും അവിടെ നിന്നെല്ലാം നീ തലയൂരുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മട്ടാണ് നീ കാണിക്കുന്നത് എന്നാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നതെങ്കിൽ, ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഒന്ന് റിവൈസ് ചെയ്യുക. അതായത് എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് എന്ന് പഠിക്കുക.